നമസ്കാരം, ഞാൻ ഡോക്ടർ ബോവസ് വിൻസെന്റ്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓൺകോളജിസ്റ്റാണ്. ഒക്ടോബർ മാസത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ചാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബ്രസ്റ്റ് അവയർനെസ് അഥവാ സ്വയം സ്തന പരിശോധന, 2 ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, 3 മാമോഗ്രാം. 25 വയസ്സിന് മുകളിലുള്ള ഏതൊരു സ്ത്രീയും മാസത്തിൽ ഒരു പ്രാവശ്യം സ്വയം സ്തന പരിശോധന നടത്തണം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് സ്വയം സ്തന പരിശോധന ചെയ്യുന്നത്? എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? മാസമുറ തുടങ്ങി 7 ദിവസത്തിനും 10 ദിവസത്തിനും ഇടയിലാണ് സ്വയം സ്തന പരിശോധന ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. ഈ സമയത്താണ് ചെറിയ മുഴകളെല്ലാം എത്രയും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായി സാധിക്കുന്നത്. ഇത് എപ്രകാരമാണ് ഇത് ചെയ്യുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മാകടങ്ങൾ വസ്ത്രം മാറ്റിയതിനു ശേഷം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. കൈകൾ അരയിൽ കൊടുത്തുകൊണ്ട് 2 മാകടങ്ങളും തമ്മിൽ എന്തെങ്കിലും ആകൃതിയിലുള്ള വ്യത്യാസമോ നിറത്തിലുള്ള വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ട് ഇതുപോലെ തന്നെ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും മുഴകൾ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതിൻ്റെ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, കിടന്നുകൊണ്ട് ഏത് സ്ഥലമാണ് നാം പരിശോധിക്കുന്നത് ആ കൈ തലയുടെ പുറകിലേക്ക് വയ്ക്കുക. ഇപ്പോൾ ഇടത് മാകടമാണ് നാം പരിശോധിക്കുന്നതെങ്കിൽ ഇടത് കൈ തലയുടെ പുറകിലേക്ക് വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ഒരു വൃത്താകൃതിയിൽ ഓരോ ഭാഗങ്ങളും കൃത്യമായി തൊട്ട് പരിശോധിക്കുക. ഇങ്ങനെ 1 2 റൗണ്ടായി എല്ലാ ഭാഗങ്ങളും പരിശോധിക്കാം. നാം പരിശോധിക്കുന്ന കൈയുടെ ഈ 3 വിരലിൻ്റെ ഈ കാണുന്ന ഭാഗങ്ങൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം പരിശോധിക്കുന്നത്. ഈ 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ടോ കൈയിൻ്റെ ഈ ടിപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടോ നാം പരിശോധിക്കാൻ പാടുള്ളതല്ല. ഈ ഭാഗം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നാം പരിശോധിക്കുന്നത്. 4ാമതായി, ഇങ്ങനെ തന്നെ കിടന്നുകൊണ്ട് നിപ്പിൾ ഒന്ന് പ്രസ് ചെയ്ത് നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും രക്തമോ അതുപോലെ എന്തെങ്കിലും സ്രവങ്ങളോ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എൻ്റെ അവസാന ഭാഗമായി നാം കുളിക്കുന്ന സമയത്തോ മറ്റോ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3ാമത്തെ ഭാഗത്ത് നാം ചെയ്തതുപോലെ തന്നെ ഓരോ ഭാഗവും തൊട്ട് പരിശോധിക്കുക. ഇങ്ങനെ പരിശോധിക്കുന്നതിലൂടെ എന്തെങ്കിലും ചെറിയ മുഴകൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെയോ ഒരു സർജനെയോ കണ്ട് കൂടുതൽ പരിശോധനകൾ നടത്താവുന്നതാണ്. 2ാമത്തെ ഭാഗമാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച ഒരു ആരോഗ്യ പ്രവർത്തകയോ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളുടെയും മാകടങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൈകൾ വെച്ച് തൊട്ട് പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളിലും ഇതുപോലെ പരിശോധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു വർഷം 15,000 ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ഡെത്തുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് 1 സ്വയം സ്തന പരിശോധന, 2 ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. നന്ദി.